സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും മാത്രമല്ല, ഈ കൊടുക്കുന്നതും ഒരു കുറ്റമല്ലേ? അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? അപ്പം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റം തന്നെയാണ്. സ്ത്രീധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയാണോ വാങ്ങിയത് അത് ഫൈനും പിന്നെ 5 വർഷം തടവുമാണ്. ഈ ഒരു അവയർനെസ് ശരിക്കും എല്ലാവർക്കും ഉണ്ടാവണം. സ്ത്രീകളെ സംരക്ഷിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ പുരുഷന്മാർ പെട്ടുപോകാറുണ്ടോ? തീർച്ചയായിട്ടും. ഈ ചൈൽഡ് കസ്റ്റഡിയിൽ ഈ കേസ് ജയിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും കുട്ടീനെ ഒരു വെപ്പണാക്കുന്ന പാരൻസ് ഉണ്ടോ? ചില കേസുകളിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സൊസൈറ്റിക്ക് കോൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, ഇത് മാത്രമേ എല്ലാവർക്കും ചിന്തയുള്ളൂ. പക്ഷെ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കുടുംബം, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ജോലി രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ രണ്ടുപേരും ചെയ്യും, രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യും. സ്വന്തം വീട്ടുകാരും വരെ ഈ ഭർത്താക്കന്മാരുടെ കൂടെ ആയിരിക്കും. കാരണം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വന്നിട്ട് ഇനി അവൻ പറയണത് കേട്ടാ മതി, അവൻ ജോലിക്ക് പോവണ്ടെന്ന് പറഞ്ഞാൽ നീ പോവണ്ട എന്ന് പറയുമ്പം അവിടെ ഒരു പെൺകുട്ടി ഒറ്റപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് പിന്നെ ജോലിയെല്ലാം വേണ്ട എന്ന് കരുതിയിട്ട് സ്വന്തമായി ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ലൈഫിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചിലപ്പോൾ എതിരായിട്ട് നിൽക്കും. എന്താണ് അവനവന് നല്ലത്, എന്താണ് എനിക്ക് നല്ലത് എന്നുള്ളത് ചിന്തിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണമുണ്ട്, പോയില്ലെങ്കിൽ എനിക്ക് എന്ത് ഗുണമുണ്ട്, ഇനി ഇത് രണ്ടിൻ്റെ ദോഷവും കൂടെ അങ്ങോട്ട് ചിന്തിക്കുക. ചിന്താശേഷി വേണം. എനിക്ക് എന്ത് നല്ലതെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ആ കുട്ടി ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എനിക്ക് എന്താണ് നല്ലത്? ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. നാളെ എന്തെങ്കിലും ഈ വിവാഹ ബന്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും ആത്മഹത്യ ചെയ്യാതെ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു PG എടുത്ത് അവിടെ മാറി നിന്നെങ്കിലും എനിക്ക് അവിടെ എൻ്റെ വീട്ടുകാർ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു PGയിലെങ്കിലും മാറി നിന്ന് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാം എന്ന കോൺഫിഡൻസ് ഉണ്ടാവും. എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് ഒരു സ്ത്രീയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കാതിരിക്കുക, ആരെതിർത്തിരുന്നാലും. അത് എൻ്റെ അഭിപ്രായമാണ്. ഇതേപോലൊരു സമൂഹത്തിൽ വേറൊരു വിവാഹാലോചന നടക്കാറുണ്ട്. പെൺകുട്ടിയുടെ ജോലി നോക്കിയിട്ട് കല്യാണം ആലോചിക്കുന്നവര്. ഈ നേഴ്സൊക്കെ ആണെങ്കിൽ അവൾ പുറത്താണ്, അപ്പൊ അവൾ എന്നെയും കൂടെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് എടുക്കുന്നവര്. പക്ഷെ എനിക്ക് അത് എത്രമാത്രം നല്ലതാണ്. കാരണം ഒരു രണ്ടുപേർക്കിടയിൽ ഇതില്ലാതെ ഇവള് പോയാൽ എനിക്കും ഗൾഫിൽ പോകാം, അവൾ അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്കും UK പോവാം, കാനഡയിൽ പോവാം എന്നുള്ള രീതിയിൽ വിവാഹാലോചനകൾ നടക്കാറുണ്ട് ഇന്നത്തെ കാലത്ത്. അതിൻ്റെ സംഭവം എന്താ പറയുക, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ സൊസൈറ്റിക്ക് കോൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കോൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്നാണ് സൊസൈറ്റി തിരിച്ചറിയാന്നറിയില്ല. ഓക്കെ, അവൻ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഇവള് കല്യാണം കഴിച്ചു, ഒരു പ്രായം എത്തി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, ഇത് മാത്രമേ എല്ലാവർക്കും ചിന്തയുള്ളൂ. പക്ഷെ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു കുടുംബം ഉണ്ടാവാനാണ്. പക്ഷേ ഇവിടെ കല്യാണ ആലോചന വരുമ്പോൾ തന്നെ ചെറുക്കൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പെണ്ണ് എന്ത് ചെയ്യുന്നു, ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം, എന്ത് പർപ്പസ് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഇവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ടാവും, എൻ്റെ പർപ്പസ് ഇതാണ്, എനിക്ക് ആ പർപ്പസ് അച്ചീവ് ചെയ്യാം, ഇതൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇവിടെ സ്നേഹമുണ്ടോ? 2 വ്യക്തികളാണ്, 2 ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്ന് 2 പെർസെപ്ഷൻസോടുകൂടി നിൽക്കുന്ന 2 വ്യക്തികൾ. അത് രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ അവിടെ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടും. ഇവിടെ സ്നേഹം കൊണ്ട് ഒരുമിക്കുന്നതല്ല, അവർക്ക് അവരുടേതായ പർപ്പസ് കൊണ്ട് ഒരുമിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, എബ്രോഡുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ജോലി ചെയ്യാം, ആ തോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെയാണ് സ്നേഹം? ഒന്നുമില്ല. അങ്ങനെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഓക്കെ, ഇവിടെ നിന്ന് പിന്നെ എബ്രോഡ് പോയി അവിടെ ചെന്ന് ജോലി ചെയ്യുന്നു. ഇപ്പം നേഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, തിരക്കുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ ഇവന് ജോലിയില്ല, ഇവൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് കരുതിയിട്ട് അവിടെ ചെല്ലും. ചിലപ്പോൾ ഡ്രൈവർ പണിക്കായിരിക്കും പോവുക,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ഇവിടുത്തെ ഈ നാട്ടിൽ കിട്ടുന്ന ജോലി അല്ലല്ലോ അവിടെ കിട്ടുക എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. കുറച്ച് കഴിയുമ്പം പിന്നെ കോംപ്ലക്സ് ആയി. അവള് നേഴ്സായിട്ട് ഇത്രയും സമ്പാദിക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പിന്നെ ഈഗോ ക്ലാഷായി. ഇത് പിന്നെ നേരെ ദാമ്പത്യ പ്രശ്നത്തിലോട്ട് പോകും. പക്ഷെ ഈ മീൻ വയൽ ഈ പെണ്ണിനെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതെല്ലാം ഇവൻ മാക്സിമം എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, തിരിച്ചും സംഭവിക്കുന്നതുണ്ട്. ഈ ചെറുക്കൻ്റെ ഇത് കണ്ടിട്ട് പെണ്ണ് നേരെ കല്യാണം നടത്തുന്നത് കൊണ്ട് ഇത് രണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒന്നും സ്നേഹം എന്ന് പറയുന്നത് ഇല്ല. പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കല്യാണം കഴിക്കുക, ആ ഒരു രീതിയൊക്കെ മാറേണ്ടതുണ്ട്. സൊസൈറ്റിയിൽ ഒരു അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കുടുംബം, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ജോലി രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ രണ്ടുപേരും ചെയ്യാം, രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് രണ്ടുപേരും ചെയ്യണം. ഒരാൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് സഫറിങ് ആണ്. അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറയും പരിഹരിക്കപ്പെടും. എന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഭാര്യയും ഭർത്താവുമ്പോൾ 100,000 പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഏറെക്കുറെ പരിഹരിച്ചു പോകാൻ പറ്റും. സ്നേഹം ഉണ്ടായിരുന്ന, പർപ്പസ് വേണ്ട, സ്നേഹം ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ പുരുഷന്മാർ പെട്ടുപോകാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ സുപ്രീം കോടതി ഒരുപാട് കേസുകളിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ പെൺകുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റും കാര്യങ്ങളും ഒന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ആൾക്കാരല്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഈ വീട്ടിൽ പോലും ഇല്ലാത്ത സിബ്ലിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. ഇവർ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കും, പുറത്തൊക്കെ ആയിരിക്കും. ആ വീട്ടിൽ അങ്ങനെ ഒരു മനുഷ്യർ കാണത്തില്ല, പക്ഷെ അവരുടെ പേരിലും കൂടെ എഗൻസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യും. ഈ പെൺകുട്ടിയുടെ അജണ്ട ഒരു പക്ഷേ ഡിവോഴ്സ് ആയിരിക്കാം. അപ്പോൾ ഈ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കത്തില്ല, എനിക്ക് സമ്മതമല്ല. അപ്പൊ ഈ സമ്മതം വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രഷർ കൊടുക്കണം. ഈ പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ ഈ 498A അല്ലെങ്കിൽ BNS 85 പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതും എല്ലാം. ഇതിൽ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, പണത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വർണത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഈ സ്വർണമൊക്കെ ചിലപ്പം ഈ പെൺകുട്ടിയുടെ ലോക്കറിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ കൈവശം ഉണ്ടാവാം. പക്ഷെ ഇതെല്ലാം ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇവർ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നതുകൊണ്ട്, എന്നിട്ട് ഇത് നേരെ പിന്നെ 100,000 കേസ് അതിൻ്റെ പുറകെ ഫയൽ ചെയ്യുന്നുമുണ്ട്, നേരെ ഡിവോഴ്സിലോട്ട് എത്തുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ 498A പോലുള്ള അല്ലെങ്കിൽ BNS 85 പോലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നതെന്ന് വെറും 0.1% ഉള്ളൂ. ബാക്കി കേസുകളെല്ലാം ഇതുപോലെ സംസാരിച്ച് സെറ്റിൽ ചെയ്ത് അങ്ങോട്ട് പോവുക. പിന്നെ ഇതിൽ പെട്ടുപോകുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആണുങ്ങളുണ്ട്. അവരുടെ ജോലിക്ക് പ്രശ്നം വരിക, അവർക്ക് അല്ലെങ്കിൽ എബ്രോഡ് പോകാനുള്ള പ്രശ്നം വരിക, അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ കേസ് ഉണ്ട് എന്ന് കരുതിയിട്ട് ജോലി പോവുക. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇതിൽ ഈ പറയുന്ന ഹസ്ബൻഡ് മാത്രമല്ല പെട്ടുപോകുന്നത്. ഈ പാരൻസ്, വയസ്സായ പാരൻസ് ഉണ്ടാവും, അവർ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഇവിടെ പറ്റാത്തത് കാരണം ഒരു ഇഷ്യൂ ഉണ്ടാക്കി വീട്ടിൽ പോയി കേസ് ഫയൽ ചെയ്ത് ഡിവോഴ്സ് ആവണം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. അതിനായിരിക്കും ഇതും കൂടെ ചെയ്യുന്നത്. കാരണം ഒരുപാട് കാശ് ചെലവാക്കിയായിരിക്കുമല്ലോ വിവാഹം നടത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത് സംഭവിക്കുന്നത് കാരണം ഇപ്പൊ ഒരു സെറ്റിൽ ആയില്ല എന്ന് വെച്ചോ, ഇത് ട്രയലിലേക്ക് പോകും, പെൺകുട്ടിക്ക് കൊടുക്കാൻ എവിഡൻസ് ഇല്ല, അങ്ങനെ കേസ് തള്ളിപ്പോകുന്ന കേസുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ കേസ് തള്ളിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹസ്ബൻഡിന്റെ വീട്ടുകാരെയും ഒക്കെ അക്യൂറ്റ് ചെയ്തു, ആ സിറ്റുവേഷനിൽ ഇവർക്ക് വേണമെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് കേസ് കൊടുക്കാം, ഡിഫമേഷന് കേസ് കൊടുക്കാം. കാരണം ഇങ്ങനൊരു കേസ് വന്നപ്പോൾ അവർക്ക് നാണക്കേടായില്ലേ, കുടുംബക്കാർക്ക് നാണക്കേടായി, പിന്നെ ജോലി പോയി. അപ്പം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു കൗണ്ടർ കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന തൊട്ട് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇവരാകെപ്പാടെ അങ്കലാപ്പിലായി പോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ. അങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആണുങ്ങളുണ്ട്, ഹസ്ബൻഡ്സ് ഉണ്ട്, അവരുടെ വീട്ടുകാരുണ്ട്, അവരുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പ്രോപ്പർട്ടി വരെ പോയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. കാരണം കോടതി വരെ അത് പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പെൺകുട്ടി കുറച്ച് സ്വർണ്ണമൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അത് അവളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട്
അവളുടെ പേരിൽ തന്നെ ലോക്കർ എടുപ്പിച്ച് അത് അങ്ങോട്ട് അവളെ കൊണ്ട് തന്നെ വെപ്പിക്കുക. ഈ ലോക്കറിലോട്ട് സാധനം വെക്കുന്നതല്ല, ഒന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് വെച്ചാൽ വളരെ നല്ലത്. കാരണം ഇത് പിന്നീട് എന്തെങ്കിലുമൊക്കെ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കിത് ഉപകാരപ്പെടും. അപ്പൊ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പെൺകുട്ടി ചെല്ലുമ്പോഴത്തേ ഒന്ന് ഈ ഹസ്ബൻഡിന്റെ പേരിൽ അക്കൗണ്ട് എടുക്കുക, ലോക്കർ എടുക്കുക, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ജോയിന്റ് നെയിമിൽ ലോക്കർ എടുപ്പിക്കുക, അതൊക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ മദർ ഇൻ ലോയുടെ പേരിലായിരിക്കും ലോക്കർ. അതൊക്കെ വിഷയങ്ങളാണ്. അപ്പൊ അതിന് പകരം പെൺകുട്ടിയുടെ സ്വർണ്ണമല്ലേ, അത് അവളെ കൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് എടുപ്പിക്കുക, അവളുടെ പേരിൽ തന്നെ ലോക്കർ എടുപ്പിക്കുക, അതങ്ങോട്ട് അവളെ കൊണ്ട് തന്നെ വെപ്പിക്കുക. ഇതെല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു വെക്കുക. ലോക്കർ നമ്പർ, അക്കൗണ്ട് നമ്പർ ഇതെല്ലാം സൂക്ഷിക്കുക. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് അവളുടെ പേരിൽ തന്നെയാണുള്ളത്, അവളുടെ ലോക്കറാണ്, ഇതാണ് സംഭവം, ഇന്ന ലോക്കറിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇവർക്ക് കാണിക്കാൻ എവിഡൻസ് ആണ് കോടതിക്ക് വേണ്ടത്. സോ ഇത് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും. ഈ രീതി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വിവാഹത്തിന് ആവശ്യത്തിനുള്ള സ്വർണം ഇടുക. എന്തിനാണ് ഒരുപാട് കാര്യം ഇട്ടിട്ട് ചെല്ലുന്നതെന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടുകാരുടെ ഒരാഗ്രഹമായിരിക്കാം. പക്ഷേ അങ്ങനെ വീട്ടുകാർ കൊടുത്ത് അങ്ങനെ കൊണ്ടു ചെല്ലുമ്പോഴും പെൺകുട്ടിയുടെ പേരിൽ ഇതെല്ലാം സേഫാക്കി തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ സെറ്റിലായി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ സ്വർണത്തിൻ്റെ കേസ് വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം ഹസ്ബൻഡിൻ്റെ നിന്ന് പോകുന്നത്. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ആ മെയിൻ്റനൻസ് എന്തായാലും കൊടുക്കേണ്ടി വരും ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും. പക്ഷെ പെൺകുട്ടിക്ക് നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ വരുമാനമുണ്ട്, ആ മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹസ്ബൻഡ്സിന് കുറച്ചൊരു റിലീഫ് കിട്ടും. കേസ് വന്നു കഴിഞ്ഞാലും ഇല്ല അതെല്ലാം അവളുടെ പേരിലാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ഉണ്ട് കണ്ടോളൂ എന്ന് പറയും, നമുക്ക് കാണിക്കാനുണ്ട്. ഇത് കയ്യിൽ തെളിവില്ലെങ്കിൽ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ കേസുകൾ ഫയൽ ചെയ്യുന്നത് കാരണം ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു സംശയം വരും, ഇത് ഉള്ളതാണോ. അതെ, ആ ഒരു സംശയത്തോടു കൂടി മാത്രമേ പിന്നെ കോടതിയും പോലീസ് ആണെങ്കിലും കേസ് നോക്കത്തുള്ളൂ. അപ്പം ജെനുവിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ ഇൻലോസിന്റെ അമിതമായ ഇടപെടൽ കാരണം ഈ ദാമ്പത്യ ബന്ധങ്ങൾ തകരാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആൺകുട്ടികളെ അമ്മമാര് അത്രയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഒരു കുടുംബം എങ്ങനെ നടത്തണം, ഒരു പെൺകുട്ടി എന്താണ്, അവൾക്ക് പിന്നെ മന്ത്ലി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറേ അമ്മമാർ, ഇപ്പോഴത്തെ കുറേ അമ്മമാർ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പം ഈ ആൺകുട്ടിയുടെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ആൺകുട്ടിക്ക് അമ്മയാണ് എല്ലാം, അല്ലെങ്കിൽ അച്ഛനാണെല്ലാം. അപ്പോൾ വരുന്ന പെൺകുട്ടി അമ്മയെ പോലെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ കോൺസെപ്റ്റ്. ഇതൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല ഈ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ആൺകുട്ടി അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അമ്മ ഇപ്പം ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അത് നീ അമ്മയോട് പോയി പറ. പോട്ടെ, നടുവേദന വന്നു, അത് നീ അമ്മയോട് പോയി പറ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എൻ്റെ ഭർത്താവല്ലേ എന്നെ നോക്കേണ്ടത് എന്നുള്ളൊരു സാധനം. അത് ആദ്യത്തെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നത് അമ്മായിയമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഫാദറിലോ ആയിരിക്കാം. അപ്പോൾ ഇൻലോസ് അമിതമായിട്ട് ഇടപെടുക. ഈ പറയുന്ന ഹസ്ബൻഡ് ഇൻലോസ് പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ വരുന്ന പെൺകുട്ടി അവർ പറയുന്നത് മാത്രം കേട്ട് പെൺകുട്ടി പോയാൽ മതി. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഫുഡ് കഴിക്കണം, എങ്ങനെ പോകണം, ഒരാൾ വന്നാൽ എങ്ങനെ നിൽക്കണം, അപ്പോൾ ആ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് നഷ്ടമാവുകയാണ്. ഓൾറെഡി ഒരു ഇൻസെക്യൂർ ആയിട്ടായിരിക്കും ആ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഈ ഒരു സംഗതി കൂടെ വരുമ്പോൾ ഈ പെൺകുട്ടി മൊത്തത്തിൽ ഷാറ്റേഡ് ആവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറകെ നടന്നിട്ട് ഈ പറയുന്ന ഇൻലോസ് എന്ന് പറയുമ്പോൾ അതിപ്പം മദർ ഇൻ ലോ ആയിരിക്കാം, ഫാദർ ഇൻ ലോ ആയിരിക്കാം, ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിൽ ഈ പറയുന്ന ഹസ്ബൻഡ് ഒരു പിന്നെ അമ്മക്കുട്ടനാണെങ്കിൽ, പിന്നെ വരുന്ന പെൺകുട്ടി വളരെ മെച്ചൂർഡും ആണെങ്കിൽ
മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. കാരണം ഈ പറയുന്ന അമ്മക്കുട്ടൻ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഈ ഭാര്യ ചിലപ്പോൾ പറയുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കത്തില്ല. ഇവർ രണ്ടുപേരും പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അമ്മയെ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉള്ളൊരു അവസ്ഥ. അപ്പോൾ പെൺകുട്ടിക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണം, അത് വൈഫിനോട് ചോദിച്ചെടുക്കുന്നതിന് പകരം അമ്മയോട് ചോദിച്ചെടുക്കുമ്പം എന്താ എന്നോട് ചോദിക്കാത്തതെന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് വരും. പിന്നെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞ് ജനിക്കുമ്പം പേരിടുന്ന പ്രശ്നം. അതെ, അത് പല പെൺകുട്ടികളും ഇങ്ങനെ അവരുടെ സ്റ്റോറീസ് പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഇന്ന പേരിടാനായിരുന്നു ആഗ്രഹം, അത് ഹസ്ബൻഡ് സമ്മതിച്ചില്ല, ഹസ്ബൻഡിന് അമ്മ പറയുന്ന പേരേ പറ്റുള്ളൂ, അമ്മായിയമ്മ പറയുന്ന പേരേ ഇടത്തുള്ളൂ. അപ്പൊ അതൊക്കെ പെൺകുട്ടിക്ക് ഇൻസെക്യൂരിറ്റി ഫീലാണ്. അപ്പൊ ഞാൻ എന്താണ് ആ വീട്ടിൽ, എനിക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം മീൻ വയൽ ഇപ്പം ഈ കുട്ടിയോട് പറയാണ് നീ ജോലിക്ക് പോകണ്ട, അയ്യോ അത് എൻ്റെ മോന് പിന്നെ പ്രശ്നമാവും, അവനെ ആരാ നോക്കുക എന്നുള്ള രീതിയാവും. അപ്പൊ ഈ അമ്മയെ സംബന്ധിച്ച് മകനെ നോക്കാൻ വരുന്നൊരു പെൺകുട്ടി എന്നതിൽ അപ്പുറമായിട്ട് ചിലപ്പോൾ സ്ഥാനം കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഓവറായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇവരുടെ പ്രശ്നത്തിൽ വരാറുണ്ട്. ഇനി സെയിം തിങ് അപ്പുറത്തും സംഭവിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി വീട്ടിൽ വന്നു, പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ അപ്പം മുതൽ വീട്ടിൽ വിളിച്ചിട്ട് അമ്മേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ഒരു ഇൻസിഡന്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ മൂവിക്ക് എങ്ങാണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മൂവിക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പെൺകുട്ടി, അത് അമ്മ കുട്ടിയാണ് കേട്ടോ, അപ്പോൾ ഫോൺ എടുത്തിട്ട് അമ്മേ ഞങ്ങൾ ഇത്ര മണിക്ക് ഇറങ്ങും, ഓക്കെ കാറിൽ കയറി, ഇപ്പം ഇങ്ങനെ ഫോണിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഈ പയ്യന് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ സമയമാണ്. അപ്പം തിരിച്ചു വന്നിട്ട് ഏത് സിനിമ കണ്ടു, ഇന്റർവെല്ലിന് എന്ത് കഴിച്ചു, അപ്പം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി അതിൻ്റെ അമ്മയോട്. ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഈ പിന്നെ ആൺകുട്ടി ഭയങ്കര മെച്യൂർഡ് ആയതുകൊണ്ട് പിടിച്ചിരുത്തി പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതമല്ലേ, നീ എന്തിനാ എല്ലാ കാര്യവും ഇങ്ങനെ അമ്മയെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതിൻ്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം തോന്നും, അത് ശരിയായില്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. മേ ബി ഈ പറയുന്ന അമ്മയ്ക്ക്, ഇപ്പം അതിപ്പോൾ ഈ മദർ ഇൻ ലോ ആണെങ്കിലും ഈ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിലും ഇവർക്ക് ഒരു പക്ഷേ അവരുടെ ഹസ്ബൻഡിൽ നിന്ന് നല്ല കെയറോ കാര്യങ്ങളോ കിട്ടിയിട്ടുള്ള ആൾക്കാരാവില്ല, പഴയ ജനറേഷൻസ് ആണ്. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര കാരണവർ സ്റ്റൈലൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ആൾക്കാരാണ്, ഒരു ഫ്രണ്ട്സ് പോലെ ആണ് കപ്പിൾസ് ഒക്കെ പോകുന്നത്. അപ്പൊ അത് അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ അതൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം തോന്നാം, അവർക്ക് അവരുടേതായ മെന്റലി ഉള്ള കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ടാവാം, അവരുടെ മാരേജ് ലൈഫിൽ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന അമ്മമാരെയും ബാധിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവർ മക്കളോട് ഇതെല്ലാം സംസാരിക്കുന്നത്. എടി അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പോണം. അപ്പൊ ഇതെല്ലാം ഈ അമ്മ പറഞ്ഞു കേട്ട് ഈ പെൺകുട്ടി ചെയ്യുമ്പോൾ അവിടെ ഇഷ്യൂ ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം പെൺകുട്ടി അമ്മയെ വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നുണ്ട് എന്നുള്ളത് ഈ ഹസ്ബൻഡിന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അതേ സെയിം തിങ് ഇപ്പോൾ വൈഫ് ഹസ്ബൻഡിനോട് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൈവറ്റ് മൊമെന്റിൽ നടന്ന ഒരു സംഭവം പബ്ലിക്കലി ഹസ്ബൻഡ് അവതരിപ്പിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഭയങ്കര ഇൻസൾട്ട് അല്ലേ, എന്നെ ഇൻസൾട്ട് ചെയ്യുമല്ലേ, എന്തിനങ്ങനെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. സോ ഈ ഇടപെടലുകൾ, ഇൻലോസിന്റെ ഇടപെടലുകൾ ഭയങ്കരമായിട്ട് വിഷയമാക്കുന്നുണ്ട്. അത് എന്ത് കാര്യത്തിലാണല്ലോ, കാരണം ഇവർക്കൊരു പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള വിഷയം. അപ്പോൾ ഭാര്യയായ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അമ്മ പറയുന്നത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അത് എപ്പോഴും വിഷയമാകുന്നുണ്ട്. അധികം ഇടപെടാതിരിക്കുക. ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, ആ വ്യക്തിയായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ ഇമോഷണൽ ബീയിങ് ആണ്. അപ്പം ഈ ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവർ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇമോഷണൽ ബീയിങ് ആയ ഒരു പെണ്ണിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് ആണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല രണ്ട് ഇൻഡിവിജ്വൽ തമ്മിൽ, ഓക്കെ രണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചു, അവരെ ജീവിക്കാൻ വിടുക.
അപ്പോൾ അവരെ ഒരു റെൻ്റ് ഔട്ട് വീട് എടുക്കുവോ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേറൊരു വീട് വാങ്ങിക്കുവോ എന്താന്ന് വെച്ചാൽ ഒരു റെൻ്റ് ഔട്ട് വീടായാലും മതി. പെൺകുട്ടിക്ക് എന്താണോ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കണം അത് പെൺകുട്ടിക്ക് മാത്രം കൊടുക്കുക. അത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, സ്വർണ്ണം ആയിക്കോട്ടെ, സ്വർണത്തിന് പകരം വീട് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിക്ക് പോയി ചെന്ന് താമസിക്കാം. അത് പെൺകുട്ടിക്ക് മാത്രം കൊടുക്കുക. അതുപോലെ ആൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടിക്കും കൊടുക്കട്ടെ. എന്നിട്ട് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഇവര് ജീവിതം തുടങ്ങട്ടെ. എന്തിനാണ് ഇൻലോസ് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ചിലപ്പോ ഇവര് തമ്മിൽ ഭയങ്കര മാച്ചിങ് ആയിരിക്കും. അപ്പം ഇവരെന്തെങ്കിലും ഒക്കെ ഉള്ള നല്ല രീതിയിൽ പോകുന്ന കാണുമ്പോൾ മോനെ അവൾ എന്താണ് അങ്ങനെ ചെയ്യുന്നേ, ഇങ്ങനെ ചെയ്യുന്നേ, അത് ശരിയല്ല. അപ്പൊ അപ്പുറത്തുനിന്ന് വീണ്ടും വേറെ രേഷണി വരും. ഇവര് ചിലപ്പോൾ നല്ല സ്നേഹമായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവരുടെ ഇടപെടലുകൾ ഒഴിവാക്കി ജീവിക്കേണ്ടത് കപ്പിൾസ് എടുക്കേണ്ട തീരുമാനമാണ്. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയാം. പിന്നെ മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കണം. പാരൻസ് കിടപ്പല്ലെങ്കിൽ ഇപ്പൊ അവർ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കാമല്ലോ. ഇവരെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നാൽ മതി, വേറെ പ്രശ്നമില്ല. ഇവര് രണ്ട് വീട്ടുകാരും കൊടുക്കുന്ന സമ്പാദ്യവും സമ്പത്തും ഒക്കെ കൊണ്ടിട്ട് ഇവരങ്ങോട്ട് ജീവിതം തുടങ്ങുക. ഒരുമിച്ച് പോവേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തല്ലുകൂടിയിട്ടായാലും ഒരുമിച്ച് അങ്ങോട്ട് പൊക്കോളും. അതല്ല പിരിഞ്ഞു പോവേണ്ട ആൾക്കാരാണെങ്കിൽ തല്ലുകൂടി പിരിഞ്ഞങ്ങ് പൊക്കോളും. അവരെ വഴിക്കങ്ങ് വിടുക, ജീവിക്കാൻ വിടുക, അത്രേ ഉള്ളൂ. ഈ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എല്ലാം 100% സ്ത്രീകൾ പറയുന്ന കാര്യത്തിൽ സത്യം ഉണ്ടാകുമോ? കാരണം ഇപ്പൊ കൂടുതൽ കേസുകളും ചിലപ്പോൾ നമ്മുടെ ഈ ജുഡീഷ്യൽ പ്രോസസ്സൊക്കെ അബ്യൂസ് ചെയ്യണതായിരിക്കും. കാരണം സ്വന്തം ആവശ്യത്തിനായിട്ട് മെനഞ്ഞുണ്ടാക്കി എടുക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. അപ്പം 100% നമുക്ക് ഈ വരുന്ന കേസുകളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? പറ്റില്ല. കാരണം ചില കേസുകളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവർക്ക് പറ്റായികയോ അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്തതോ പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിയാൽ മതി എന്നുള്ള ഒരു ഇതായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം ഇവർക്ക് പേഴ്സണലി, അല്ലെങ്കിൽ പെട്ടെന്ന് നടന്ന ഒരു വിവാഹമായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ചിട്ടുള്ള വിവാഹമായിരിക്കാം. പല റീസൺസ് ഉണ്ടാവാം. അപ്പം ഇവർക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ധാരണയിൽ ഇവരുണ്ടാക്കുന്ന കുറേ കഥകളുണ്ടാവും. പിന്നെ അതിലും ഉപരിയായിട്ട് ഈ വരുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഏത് മാനസികാവസ്ഥയിലാണ് ആ കുട്ടി ജീവിച്ചിരുന്നത്, ആ കുട്ടിക്ക് എന്തെങ്കിലും നേരത്തെ ട്രോമാസ് ഉണ്ടായിരുന്നോ, അപ്പൊ അത് കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ പ്രശ്നം അവളത് വലുതാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പറ്റത്തില്ല എന്നുള്ളൊരിത്. പിന്നെ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റീസൺസ് വരാം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ വേണ്ടിയിട്ട് കുറേ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് വീട്ടുകാരെ അറിയിക്കാം. ചിലപ്പോൾ വീട്ടുകാരത് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇതിന് വീട്ടുകാർ കൂട്ടു നിൽക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പറയുന്ന എല്ലാ സ്റ്റോറീസും ശരിയാണ്, 100% ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ കുറേ ശരികളുണ്ടാവും. ഈ സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും മാത്രമല്ല, ഈ കൊടുക്കുന്നതും ഒരു കുറ്റമല്ലേ? അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? പ്രോസിക്യൂഷൻ എപ്പോഴും ഇവരെ വിക്റ്റിമായിട്ടാണ് കാണുന്നത്. അപ്പം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റം തന്നെയാണ്. അപ്പോൾ അത് സ്ത്രീധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയാണോ വാങ്ങിയത് അത് ഫൈനും പിന്നെ 5 വർഷം തടവുമാണ്. അപ്പം ഈ ഒരു അവയർനെസ് ശരിക്കും എല്ലാവർക്കും ഉണ്ടാവണം. പിന്നെ ഇതിപ്പോൾ ഇവർ കൊടുത്തു, പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുത്തു, ഇതുവരെ അങ്ങനെ ഒരു പ്രോസിക്യൂഷൻ ഈ പെണ്ണ് വീട്ടുകാരെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടല്ല, അവരെ കുറ്റം ചുമത്തിയിട്ടില്ല. ഒരു കേസ് വളരെ കുറവാണ്. പക്ഷേ സ്റ്റേറ്റ് എപ്പോഴും ഇവരെ വിക്റ്റിമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള കേസുകൾ കുറവാണ്. നമ്മൾ മുമ്പ് ഈ മെയിൻ്റെനൻസ് കേസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തുന്നത്? മെയിൻ്റനൻസ് എന്ന് പറയുമ്പം ഷെൽട്ടർ, അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യണം, അവരുടെ എഡ്യൂക്കേഷണൽ ഫീസ്, അവരുടെ അക്കാഡമിക് പരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത്, അവരുടെ ഫുഡ്, ക്ലോത്തിങ്, ഇതെല്ലാം ഉൾപ്പെടും. അതുപോലെ തന്നെ ഈ പറയുന്ന വൈഫിനും അത് ക്ലെയിം ചെയ്യാം. കാരണം ഇപ്പോൾ വൈഫിന് പോകാനായിട്ടൊരു സ്ഥലമില്ല,
പല പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല, ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എവിടെ പോകണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അവരൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് മെയിൻ്റനൻസിൽ ഇവർക്ക് വേണമെങ്കിൽ വേറൊരു വീട്ടിൽ ഒരു റെൻ്റ് ഔട്ട് എടുത്തിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൻ്റനൻസിൽ ചോദിക്കാം. അപ്പോൾ ആ റെൻ്റ് ഈ പറയുന്ന ഹസ്ബൻഡ് അടച്ചോണം. അപ്പോൾ കുട്ടിയുണ്ടെങ്കിൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ വേറൊരു വീടെടുത്ത് താമസിക്കുക, അല്ലെങ്കിൽ വേറൊരു ഫ്ലാറ്റോ അതെടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെൻ്റ് പേ ചെയ്യാൻ ഹസ്ബൻഡ് ബാധ്യസ്ഥനാണ്. അതും മെയിൻ്റനൻസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം, ഈ ചൈൽഡ് കസ്റ്റഡിയിൽ ഈ കേസ് ജയിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും കുട്ടീനെ ഒരു വെപ്പണാക്കുന്ന പാരൻസ് ഉണ്ടോ? ചില കേസുകളിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂസിൽ നീയോ ഞാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചെറിയ കുഞ്ഞായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. നോർമലി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഈ അമ്മമാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ കുട്ടിയെ വളർത്തിയത് ആ അച്ഛനാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതും ആ അച്ഛനോടാണ്. അപ്പം അമ്മ പെട്ടെന്ന് വന്നിട്ട് മോനെ വേണോ അല്ലെങ്കിൽ മോളെ വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം അത് സഹിക്കാൻ പറ്റില്ലല്ലോ. അയാളൊരു അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ്, അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇപ്പം ഇവർ ഒരുമിച്ച് ജീവിച്ച സമയത്ത്, ഇപ്പം ജനറലി ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ച സമയത്ത് അവർക്ക് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടിയും അച്ഛനും അമ്മയും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈംസ് ഉണ്ടാവും. അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം ഉള്ള സമയങ്ങളാണ്. പെട്ടെന്നൊരു ദിവസം അച്ഛൻ മാറുന്നു അല്ലെങ്കിൽ അമ്മ മാറുന്നു. അച്ഛൻ മക്കളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മ നോക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മ പിള്ളേരെ പിടിച്ചിട്ട് വേറൊരിടത്തോട്ട് മാറി താമസിക്കുന്നു. പിന്നെ അച്ഛനെ കാണിക്കുന്നേ ഇല്ല. ചെന്ന് കഴിഞ്ഞാൽ വെട്ടുകത്തി എടുക്കുക, അടിയും വഴക്കും, പോലീസ് കേസായി, അങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഈ കുട്ടികളെയും ഒരുപാട് ട്രോമാസ് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾ തരണമെങ്കിൽ ഞാൻ കുട്ടിയെ കാണിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പാരൻസ് ഉണ്ട്. അത് അച്ഛനും ആണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ഇവർ രണ്ടുപേരും അഡമൻസി കാണിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം കുട്ടികൾ അത്രയധികം വിഷമിക്കുന്നുണ്ട്. ഇത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ്. ഈ കുട്ടികൾക്ക് ഇതൊരു ട്രോമയാണ്. ഈ കുട്ടികളാണ് പിന്നെ വളർന്നു വരുന്നത്. അപ്പം ഇവർക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു കുടുംബം. അച്ഛൻ എന്താണോ പെരുമാറുന്നത്, അച്ഛൻ എങ്ങനെയാണോ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ആൺകുട്ടി കാണുന്ന കാര്യമാണ്. അപ്പം അവൻ വളർന്നു വരുമ്പോൾ അച്ഛൻ എങ്ങനെയാണോ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത്, അതേ രീതി മാത്രമേ ഇവൻ വളർന്നു വരുമ്പോൾ അവൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ വൈഫിനെ അവൻ ട്രീറ്റ് ചെയ്യുള്ളൂ. അതേപോലെ ഈ പെൺകുട്ടിയാണെങ്കിലും അമ്മ എങ്ങനെയാണ് അച്ഛനോട് പെരുമാറുന്നത്, അതേ രീതിയിലായിരിക്കും ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് പെരുമാറുന്നത്. അപ്പം അത് കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ ബാലപാഠം കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന കുട്ടികളിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബം എന്താണെന്ന് അറിയില്ല, മനസ്സിലാകുന്നില്ല. അവിടെ അച്ഛൻ അമ്മ ഒരുമിച്ചിരിക്കുന്ന അവരുടെ സ്നേഹം എന്താണെന്ന് അറിയില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു കാലഘട്ടത്തിലല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളും ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഈ ട്രോമ ബാധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അവരുടെ കേസ് നടക്കട്ടെ, അവരടി കൂടിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കുട്ടികളുടെ റൈറ്റ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കാൻ പാടില്ല. അച്ഛനും അമ്മയും എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രോമയില്ലാത്തൊരു ബാല്യം കൊടുക്കുക. സമാധാനത്തോടെയുള്ള ഒരു ബാല്യം അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതെല്ലാ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റട്ടെ. ഈ നമ്മൾ ചില കാര്യങ്ങളിൽ ഈ ഹസ്ബൻഡ്സൊക്കെ എബ്രോഡ് നിൽക്കുമ്പം നാട്ടിലുള്ള വൈഫിന് വേണ്ടിയിട്ട് എല്ലാം വാങ്ങിക്കൊടുക്കും. വീട് വാങ്ങുന്നത് വൈഫിൻ്റെ പേർക്ക്, കാറ് വാങ്ങുന്നത് വൈഫിൻ്റെ പേർക്ക്, വസ്തുക്കൾ വാങ്ങുന്നതെല്ലാം വൈഫിൻ്റെ പേർക്ക്. തിരിച്ച് നാട്ടിലെത്തുമ്പോഴായിരിക്കും ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടായി ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നത്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ പറയട്ടെ, അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസയുടെ കണക്കുകളെല്ലാം സൂക്ഷിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കഴിവതും ഇപ്പം നാട്ടിൽ പിന്നെ പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങിക്കാൻ ഉള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ
അത് ആ രജിസ്ട്രേഷൻ സമയത്തെങ്കിലും നാട്ടിൽ വന്ന് അവനവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ വൈഫിന് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ പലരും ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ നിന്ന് കാശ് അയച്ചു കൊടുക്കുന്നതിൻ്റെ എല്ലാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയായിരിക്കും നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്റ്റുകൾ സൂക്ഷിച്ചു വെക്കുക. ഇവർ നാളെ കൊണ്ടുവന്ന് മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യും, അയ്യോ എനിക്കൊന്നും തന്നിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ ബില്ലുകളെ പിന്നെ ഇവർക്ക് രക്ഷയായിട്ടുള്ളൂ. സാധാരണ രീതിയിൽ ആണുങ്ങൾക്ക് ഈ ബില്ല് സൂക്ഷിച്ചു വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരും എന്നൊക്കെയൊന്ന്, അങ്ങനെ വരുമെന്നല്ല, വരാതിരിക്കട്ടെ, പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരാണ്, എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പം അതുകൊണ്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസയുടെ കണക്കുകളെല്ലാം സൂക്ഷിക്കുക. ബില്ലുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. ഇപ്പോൾ വൈഫിന് ഡയമണ്ട് നെക്ലസ് മേടിച്ചു കൊടുത്താൽ അതിൻ്റെ ബില്ലും സൂക്ഷിച്ചു വെക്കുക. വൈഫിന് കൊടുക്കാതിരിക്കുക, അതൊക്കെ മുക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ കരുതി വേണം മുന്നോട്ട് പോകാൻ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങി കൊടുക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് പെട്ടെന്നൊന്ന് നാട്ടിൽ വന്ന് അത് രജിസ്റ്റർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് അവനവൻ്റെ പേരിൽ അത് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടെ പേരിൽ ചെയ്യാം. രണ്ടുപേരുടെയും പൈസ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നത് ചെയ്യുക. വൈഫിൻ്റെ മാത്രം പേരിലാകുമ്പം നാളെ എന്തുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. ഈ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുണ്ട്, തീരെ വിദ്യാഭ്യാസമില്ലാത്ത, പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ, ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിലും സൊസൈറ്റിയായിട്ട് ഒരു ബന്ധമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പം ഇവർക്കിടയിലും ഈ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവർക്കിത് ആരോട് പറയണം എന്നറിയില്ല, എവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കണം എന്നറിയില്ല. എന്താണ് ഇവർ ആദ്യം ചെയ്യേണ്ട ഒരു നടപടി? എന്താണ്? ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ വളരെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾ ഇപ്പം അവർ പാരൻസ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടിയാണ്, വിവാഹം കഴിച്ച കുട്ടികൾ സമാധാനമായി എന്ന് കരുതുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇവർ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. ഓക്കെ, കുടുംബം ഉണ്ടാവട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം സിറ്റുവേഷൻസ് ഒക്കെ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല. കള്ളു കുടിക്കുന്ന ഹസ്ബൻഡായിരിക്കാം, അല്ലെങ്കിൽ അമ്മായിയമ്മ പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് അവിടെ ചിലപ്പോൾ ഫിസിക്കൽ ഹരാസ്മെൻ്റ് ഉണ്ടാകാം. പല ഒരു കേസിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതിന് വീട്ടുകാരാരുമില്ല, അമ്മ മരിച്ചുപോയി, അച്ഛനില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്വന്തം ആൾക്കാരൊക്കെ മരിച്ചു പോകുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പം ആ കിച്ചണിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല അതിന്. അത് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻലോസ് വന്നിട്ട് ഭയങ്കര ബഹളം വയ്ക്കുകയാണ്, ചീത്ത വിളിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ പോലും ആ കിച്ചണിലോട്ട് കയറാൻ അനുവാദമില്ലാത്ത പെൺകുട്ടികളുണ്ട്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുന്ന പെൺകുട്ടികളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ചെയ്യണം. വിമൻസ് കമ്മീഷനുണ്ട്, വിമൻസ് കമ്മീഷനിൽ പരാതി കൊടുക്കാം. അതുപോലെ അത്രയധികം ഫിസിക്കൽ ഹരാസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് കോടതി വഴി എന്തെങ്കിലും ഒരു റെമഡി വേണം എന്നുള്ള രീതിയിലാണ്, മെയിൻ്റനൻസ് കിട്ടണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, അവിടെ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കോടതിയിൽ ഫയൽ ചെയ്യാം. അവിടെ നിന്ന് ഒരു വക്കീലിനെ വെച്ച് തരും, അതിന് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ആ വക്കീൽ വഴി നമുക്ക് കോടതി കേസ് ഫയൽ ചെയ്യാം, മെയിൻ്റനൻസ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ പെൺകുട്ടികളും. കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അത്ര അധികം ഹരാസ്മെൻ്റ് അനുഭവിക്കുകയാണ്, ഫിസിക്കലി ടോർച്ചർ ചെയ്യുകയാണ്, മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പുറം ലോകമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് ചിലർ ചെന്നപ്പെടാൻ നമുക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും വഴി കൂടെ ആ കുട്ടിക്ക് ആരെങ്കിലും വിളിക്കാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു വിവരം ആരാണോ അറിയുന്നത്, ഈ കുട്ടിക്ക് ചിലപ്പോൾ പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാനോ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ പൂട്ടിയിട്ട് വെക്കുകയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതാരാണോ അറിയുന്നത് അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറയുക, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ആർക്ക് വേണമെങ്കിലും പോയി ചെന്ന് പരാതി പറയാം.
ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാം. പിന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ സുഹൃത്തുക്കൾക്കും പോയി ചെന്ന് പരാതി പറയാം, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവിടെ ഹരാസ്മെൻറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ സിറ്റുവേഷൻ എന്ന് അറിയില്ല, വിവരമൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കൊണ്ടുവന്ന് പരാതി കൊടുക്കാം. മാം, ഈ ഒരു കേസ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ ഇടയ്ക്കൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഈ പഞ്ചസാര വെള്ളവും പച്ചരിയും മാത്രം കൊടുത്തിട്ട് പട്ടിണി കിട്ട് കൊന്ന ഒരു സ്ത്രീധനത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടീനെ അത്രയും നാള് പട്ടിണി കിട്ടിട്ടും ഇവരാരും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ? കാരണം സ്വന്തം വീട്ടുകാർ പോലും, കാരണം പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞത് ഭക്ഷണത്തിന്റെ ഒരു തരി പോലും അതിന്റെ വയറ്റിലില്ല എന്നായിരുന്നു. സ്കൂളിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മയാണ് എന്നുള്ളത്. അങ്ങനത്തെ ഉള്ള ഒരു കേസുകൾ വരുമ്പം ഇവർക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് കോടതി വിധിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു മർഡർ കേസ് തന്നെയല്ലേ, ഒരു ജീവൻ പോയില്ലേ. എന്നിരുന്നാലും ഒരു സ്ത്രീധനത്തിൻ്റെ പേരിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പോയി, പിന്നെ അതിൻ്റെ കേസിൻ്റെ മറ്റു വശങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും പിന്നെ കോടതി വിധി ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഒരു ജീവൻ പോയി. ഒരു 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഒരു പെൺകുട്ടിക്ക് ഒരു തരി പോലും ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ശരിക്കും പറഞ്ഞാൽ കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും, ഇത് കേൾക്കുന്നത് ഞാൻ ഈ ന്യൂസ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു വിവരം എന്തുകൊണ്ട് പുറംലോകം അറിഞ്ഞില്ല, അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാർ അറിഞ്ഞില്ല, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു, അയ്യോ എന്ത് ചെയ്യാൻ പറ്റും, അതിപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ദുരന്തമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യം എന്താണോ അതനുസരിച്ച് എല്ലാം സഹിച്ച് അവിടെ നിന്നോണം എന്നുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആയിരിക്കും ഈ പെൺകുട്ടിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ നടന്നത് ഭയങ്കര ഒരു ദുരന്തമായിപ്പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷപ്പെട്ടു പോയത്. ഇപ്പൊ നമ്മളിതിൽ കൂടുതലും ചർച്ച ചെയ്തത് സ്ത്രീധനമാണ്. ഇപ്പൊ നമ്മൾ എത്ര ചർച്ച ചെയ്താലും പെട്ടെന്നൊന്നും ഇതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇതിൽ കൂടുതൽ സ്വർണം കൊടുത്തും സ്ത്രീധന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷെ ഇനി വരുന്ന പെൺകുട്ടികളെങ്കിലും ഇതിനെക്കുറിച്ച് അവെയറായി ഇരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം സ്വന്തമായിട്ടുള്ള ഒരു കാര്യം എടുക്കുക, ജോലി വാങ്ങുക, പൈസ സമ്പാദിക്കുക, സ്ത്രീധനം ചോദിക്കുകയാണെങ്കിൽ പറ്റില്ല എന്ന് പറയാ. പെൺകുട്ടികൾ എടുത്താൽ മാത്രമേ ഇനി ഇതിലേക്കുള്ളൊരു പ്രശ്നം പരിഹാരമായി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെൺകുട്ടികളുടെ വീട്ടുകാരും തീരുമാനമെടുക്കണം. അതിൽ പോരാത്തതിന് ഇപ്പം നിത്യ പറഞ്ഞതുപോലെ പെൺകുട്ടികളെ ജോലി വാങ്ങിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, അപ്പോൾ അവരെ എംപവറായി. പക്ഷെ ഇതുപോലെ എംപവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഹാൻഡിൽ ചെയ്യാൻ ഈ പറയുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ റെഡിയാണോ? അവർക്കതിന് പ്രാപ്തിയുണ്ടോ? അവരെ ആ പ്രാപ്തിയോടെ ആണോ വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അതായിട്ടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആൺകുട്ടികളുള്ള അമ്മമാര് എംപവർ ആയിട്ടുള്ള പെൺകുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് വളർത്തുന്നത് വളരെ നല്ലതായിരിക്കാം. സ്വന്തം പ്ലേറ്റ് കഴിച്ച പ്ലേറ്റ് പോലും കഴുകാൻ അറിഞ്ഞുകൂടാത്ത ആൺകുട്ടികളുണ്ട്. അപ്പം അതൊക്കെ കഴുകാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് അടുക്കളയിൽ നിന്ന് തുടങ്ങണം. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ IAS ഓഫീസർ വാസുകി മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമാണ്, ഈ എംപവർമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും അടുക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും ശരി. ഭാര്യയും ഭർത്താവും രണ്ടുപേരും പോയി കുക്ക് ചെയ്യുക. ഇപ്പോൾ മക്കളുണ്ട്, അപ്പോൾ ഒരാൾ കുട്ടിയുടെ കാര്യം നോക്കുക, ഒരാൾ കുക്ക് ചെയ്യുക, സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. രണ്ടും റെഡിയാക്കിയിട്ട് ഓഫീസിൽ പോവാം, തിരിച്ച് അതുപോലെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാം. എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കേണ്ടതാണെന്ന് അറിയോ ഫാമിലി എന്ന് പറഞ്ഞാൽ? ഇത് ഒരാൾ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓഫീസും കുട്ടിയും വീടും ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ അവൾക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്, ഒരു പ്രൊട്ടക്ഷനാണ്, സ്നേഹമാണ്, അതുപോലെ റെസ്പെക്റ്റ്. അപ്പം അവിടെ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ആ റിലേഷൻ നന്നായി പോവില്ല. റെസ്പെക്റ്റ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും അധികം ആവശ്യം റെസ്പെക്റ്റ്, കെയർ, പ്രൊട്ടക്ഷൻ, സ്നേഹം. ഇതുണ്ടെങ്കിൽ ഒരു കുടുംബം നന്നായിട്ട് പോകും, ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. സപ്പോർട്ട് ചെയ്യുക പരസ്പരം.
താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. താങ്ക് യു.